പകൽ സമയം ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങൾ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. എല്ലാവരെയും വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് പരസ്പരം കൈകളെ ഒന്ന് കൊടുത്ത് എല്ലാവരും ഒന്ന് സഭയിലേക്ക് സ്വാഗതം ചെയ്തേ. ഹല്ലേലൂയ. നമ്മുടെ അടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് കരങ്ങളെ കൊടുത്തൊന്ന് ചിരിച്ചേ. ആമേൻ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരാണ്. ആമേൻ. നമ്മളിന്ന് ഒരുമിച്ച് ആ പിതാവാം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുക. ആരാധനയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാനൊരു ആരാധന നമ്മളെ എപ്രകാരം ദൈവത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് എന്ന് നമ്മളെ ഓരോരുത്തർക്കും ഒരു ചിന്താവിഷയമായിട്ട് ഞാൻ പറയുകയാണ്. ആ ദൈവത്തിന്റെ ആ കരുതുന്ന കരത്തെ ഓർത്താണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ പാടാൻ പോകുന്നത് ആ പിതാവാം ദൈവം നമ്മളെ കരുതുന്ന കരത്തെ ഓർത്ത്. ഹല്ലേലൂയ. നമ്മളെ അനുദിനവും വഴി നടത്തുന്ന ആ ഭുജബലത്തെ ഓർത്താണ്. ഹല്ലേലൂയ. ഇത് ഓർമ്മയിൽ വേണം എല്ലാവർക്കും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് മുഴുവൻ പാടാൻ പോകുന്നത് ആ അപ്പന്റെ കരത്തെ ഓർത്താണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആമേൻ. ഒരു കുഞ്ഞ് നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മളെല്ലാവരുടെയും മക്കൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മൾ ആ രണ്ട് കരം നീട്ടുമ്പോൾ അവർ ഓടി വരുന്ന ഹല്ലേലൂയ ആ പിതാവാം ദൈവം അപ്രകാരം നമ്മളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ ആ ലാളിക്കുന്ന കരത്തെ ഓർത്ത് ഹല്ലേലൂയ നമ്മൾ ഇന്ന് ആരാധിക്കാൻ പോവുകയാണ്. ആ പിതാവിന് നന്മ കരേറ്റുവാൻ ഹല്ലേലൂയ ആ നന്ദി കരേറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ മക്കളെ സ്നേഹിക്കുന്നതിലുപരിയായി ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും എല്ലാവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നത് കൊണ്ടതല്ല, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നത് കൊണ്ട് അല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളോടുള്ളത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഹല്ലേലൂയ. അവ്യവസ്ഥകളില്ലാണ്ട് നമ്മളെ സ്നേഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ തെറ്റിപ്പോകുന്നിടത്തെല്ലാം ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ ആ ലൂക്കോസിന്റെ 15-ാം അധ്യായം 11:12 പ്രകാരം പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ധൂർത്തപുത്രന്റെ ഉപമ. ആമേൻ. ആ ധൂർത്തപുത്രൻ ആ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പോയി, അവന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു. അവൻ തിരിച്ച് വീണ്ടും ആ പിതാവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, എൻ്റെ അപ്പന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാൽ എത്ര നന്നായിരുന്നു എന്ന്. ആ മകന് ഒരു സുബോധം വന്നു. അവന് സുബോധം വന്നിട്ട് അവന് തോന്നിയത് എന്തെന്നാൽ, അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നാം കാണുന്നത് ആദ്യം അവൻ ഓടിച്ചെന്ന് പിതാവിനെ കെട്ടിപ്പിടിക്കുകയല്ല ചെയ്തത്. അവൻ നടന്നു വരുമ്പോൾ ആ ദൂരെ നിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു. ആമേൻ. ആ വചനം വ്യക്തമായി എഴുതുകയാണ്. ആ മകൻ നടന്നു വരുമ്പോൾ തന്നെ അവൻ മനസ്സിൽ ഇപ്രകാരം ആലോചിച്ച് നടന്നു വരുമ്പോൾ തന്നെ ആ പിതാവാം ദൈവം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവൻ കണ്ടു. അവനെ ആ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിച്ച് ഹല്ലേലൂയ ആ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പിതാവാം ദൈവം അപ്രകാരം തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ നല്ലൊരു മാതൃകയാണ് ആ ഉപമയിലൂടെ നമ്മൾ അവിടെ കേട്ടത്. ആ യേശു നമ്മളോട് പറഞ്ഞത്. ആമേൻ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ തെറ്റി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴെല്ലാം ആമേൻ ആ ദൈവം നമ്മളെ വിട്ടു പോയിട്ടില്ല. ഹല്ലേലൂയ. അവന്റെ സ്നേഹം മാറിപ്പോയിട്ടില്ല. ആമേൻ. എന്നാൽ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്നേഹിതരല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം മാറിപ്പോവും. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ തിരിച്ചു വരവും കാത്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നമ്മളെ ഓർത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ വ്യവസ്ഥകളില്ലാണ്ട് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ദൈവത്തിന് ഹല്ലേലൂയ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ അപ്പന്റെ അടുത്ത സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ അപ്പാ ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. യേശുനാഥ, യേശു അപ്പാ ഹല്ലേലൂയ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കർത്താവെ അങ്ങ് അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കൃപയ്ക്ക് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക്, ആ കരുതുന്ന അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓടിയെത്തുകയാണ് യേശുനാഥ. ഹല്ലേലൂയ. പലപ്പോഴായി ഞങ്ങൾ വീണു പോയിട്ടുണ്ട് യേശുവേ. കർത്താവെ അവിടെയെല്ലാം അങ്ങ് താങ്ങി. ഹല്ലേലൂയ. കർത്താവെ അവിടെയെല്ലാം അങ്ങ് മാനിച്ചു ഉയർത്തി. കർത്താവെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. കർത്താവെ
അങ്ങനെ അടുത്ത് അപ്പാ എന്ന് വിളിക്കുവാൻ ഞങ്ങൾ യോഗ്യനല്ല കർത്താവേ. ഹല്ലേലൂയ. എന്നിട്ടും ഹല്ലേലൂയ എന്നെ അങ്ങ് തള്ളിയില്ല യേശുനാഥ. അങ്ങനെ മാറോട് ചേർത്തു. ഹല്ലേലൂയ. വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ഇന്നും നന്മകൾ എൻ്റെ മേൽ ചൊരിയുന്നത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. കർത്താവെ, അപ്പാ എന്ന് വിളിക്കുവാൻ ഞങ്ങൾ യോഗ്യനല്ല. ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. എന്തുകൊണ്ടെന്നാ പാപം എന്നിൽ പെരുകി അങ്ങനായി നിരാശയെ നിന്ന്. ഒരിക്കൽ കൂടി പാടാം. അപ്പാ അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അങ്ങനായി. എന്നിട്ടും എന്റെ യേശു ചെയ്തത് എന്തെന്നാ? എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മറന്നടച്ചു നീ, നന്മഷിപ്പിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിന്നന്മകളെ. വീണു ഞാൻ പല തവണയാ ഓടി ഞാൻ നിൻ പാതേ വിട്ട് പോയി ഞാൻ നിൻ സന്നിധേ നിന്ന് മാറി ഞാൻ നിൻ ചാരേ നിന്ന്. വീണു ഞാൻ നമ്മുടെ കർത്താവോട് പറയാം. നമ്മുടെ സന്നിധിയിലുണ്ട്. പോയി ഞാൻ നിൻ സന്നിധേ നിന്ന് മാറി ഞാൻ നിൻ ചാരേ നിന്ന്. എന്നിട്ടോ നിൻ സ്നേഹം മാറില്ല, നീ എന്നെ തള്ളിയില്ല, നിൻമുഖം മറച്ചതില്ല, നിൻമുഖം മറച്ചതില്ല, വാക്കൊക്കെ മാറ്റില്ല കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിന്നന്മകളെ. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാവട്ടെ. കർത്താവേ, നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ,
ചാരി ജീവിപ്പാൻ സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി, ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിന്നൻ. ഒരിക്കൽ കൂടി പറയാം നമ്മുടെ അപ്പനോട് അപ്പ എന്ന് വിളിക്കുവാ. അപ്പാ എന്നു വിളിക്കുവാ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അങ്ങനായി നിരാജി. എത്ര പേരാ ഹൃദയത്തിൽ നിന്ന് പറയും അപ്പാ എന്നു വിളിക്കുവാ യോഗ്യനല്ല ഞാനൊരിക്കൽ. എന്തുകൊണ്ടെന്നാൽ പാപം എന്നിൽ പെരുകി അങ്ങനായി നിരാജിയെ നിന്നും എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മതം നടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. സമവാടിയാട്ടെ, ആരാധിക്കും ഞാൻ, ആരാധിക്കും പാടിയിടും ഞാൻ നിന്നൻ മകളെ. വീണു ഞാൻ പല തവണയാ ആമേൻ. അതെ കർത്താവേ, അധൂർത്തപുത്രനോട് ഇതുപോലെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടി മാറി, എന്നാലും അപ്പൻ എന്നെ ചേർത്തു. ആമേൻ. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പിതാവ്, എന്റെ തിരിച്ചു വരവിനായി എന്നെ കാത്തിരിക്കുന്ന എന്റെ പിതാവ്, ആ നല്ല സ്നേഹത്തെ ഓർത്ത്, ഒരു വ്യവസ്ഥകളുമില്ലാതെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവത്തെ ഓർത്ത് മാറി ഞാൻ നിൻചാരേ നിന്ന്. എന്റെ ദൈവത്തിന്റെ സ്നേഹം മാറിയില്ല, സ്നേഹം മാറിയില്ല. നീ എന്നെ തള്ളിയില്ല, നിന്നുകം മറച്ചതില്ല, നിന്നുകം മറച്ചതില്ല. വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിന്നൻ മകളെ.
എത്ര പേര് പാടും ഹല്ലേലൂയ? എത്ര പേര് പാടി ഘോഷിക്കും? നമ്മൾ കർത്താവ് പിതാവിനെ, നമ്മളെ കരുതുന്ന പിതാവിനെ നമ്മൾ പാടി ഘോഷിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോ കണ്ടു കരുതുന്ന പിതാവിന്റെ കരങ്ങളെ. ഹല്ലേലൂയ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭുജബലത്താൽ നമ്മളെ താങ്ങുന്ന നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. ഏതൊക്കെ പ്രതികൂലാവസ്ഥ വന്നാലും എന്നെ നടത്തുവാൻ, എന്റെ വലങ്കരം പിടിച്ച് നടത്തുവാൻ മതിയായ എന്റെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ 43:1 ഇപ്രകാരം പറയുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഹല്ലേലൂയ. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര മഹത്തായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ, ഹല്ലേലൂയ, സർവശക്തനായ പിതാവിന്റെ വലങ്കരത്തിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ആ ഭുജബലത്തിന്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പാടാം. ആമേൻ. നമ്മളുടെ യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ. ഹല്ലേലൂയ. ആ പിതാവിന്റെ സന്നിധിയോട് അടുത്ത് വന്നവർ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ആ പിതാവിന്റെ കരുതൽ അനുഭവിച്ചവർ. ഹല്ലേലൂയ. ഇനി അവന്റെ ഭുജബലത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നമ്മൾ ആ ഭുജബലത്തിൽ പിടിച്ച്, അവന്റെ വലങ്കരത്തിൽ പിടിച്ച്, ഹല്ലേലൂയ, നമ്മൾ പാടും. ആമേൻ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമില്ലാജനവേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. യേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിൻ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. മരണത്തിൻ പാശങ്ങൾ ചുറ്റിയാലും പാതാള വേദനകൾ നീക്കിയാലും, മരണത്തിൻ പാശങ്ങൾ ചുറ്റിയാലും പാതാള വേദനകൾ നീക്കിയാലും, മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങുന്ന നമ്മുടെ പിതാവ്. ബലമുള്ള ഭുജത്താൽ താങ്ങിടും ഞാൻ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. അനർത്ഥങ്ങളസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും, അനർത്ഥങ്ങളസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീ. അവിടെ എല്ലാവരുടെ പിതാവുണ്ട്. അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. അകൃത്യങ്ങൾ ക്ഷമിച്ചാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശത്രു സൈന്യം പാളയം ഇറങ്ങിയാലും, അന്ധകാര ശക്തികൾ വീഴുകയാലും, ശത്രു സൈന്യം അവിടെയും പേടിക്കാനുള്ള അവസരമില്ല. ക്രിസ്തുവാം പാറമേലുറച്ചു നിന്നാൽ ജയത്തിൽ കൊടി വീണ്ടും ഉയർത്തിയിടാം. നമ്മുടെ യേശു കർത്താവ് ആ ക്രൂശിൽ ഉയർത്തിയ ജയക്കൊടി നമുക്ക് ഉയർത്താൻ പറ്റും. ആ ദുഷ്ടന്റെ മുമ്പിൽ ക്രിസ്തുവാം പാറയിൽ ഉറച്ചു നിന്നാൽ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. മരണത്തിൻ പാശങ്ങൾ ചുറ്റിയാലും പാതാള വേദനകൾ ഞെരുക്കിയാലും, മരണത്തെ കുറിച്ചുള്ള ഭയമെല്ലാം മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ.
എന്തുകൊണ്ടെന്നാൽ എന്റെ യേശു മരണത്തെ ജയിച്ചവനാണ്. ഇന്നും നമ്മളോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ മാത്രമുള്ള ഈ ലോകത്തിൽ ആർക്ക് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെല്ലാവരും ഇന്നും മരിച്ചിരിക്കുമ്പോൾ എന്റെ പിതാവ് യേശു മരിച്ച 3-ാം നാൾ എണീറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ ദൈവം. അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിൽ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്. ശാലേമിൻ രാജന യേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. യേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. യാക്കോബിൽ വല്ലഭന്റെ വിടുതലുണ്ട്. യാക്കോബിൽ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ പതറിപ്പോവുകയില്ല. ആമേൻ. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഹല്ലേലൂയ, എന്തൊക്കെ പ്രതികൂല അവസ്ഥകൾ വന്നാലും ഞാൻ പതറുകയില്ല. എന്നാൽ ക്രിസ്തുവാൻ പാറയിൽ എന്നെ ഉറച്ചു നിർത്തിച്ചതിനെ ഓർത്ത് പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എന്താവൻ കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എന്താവൻ കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാർത്തിരച്ചാലെതിരാ. മുൻപിൽ വൻ വൈരി പിൻഗമിച്ച. മുമ്പിൽ പെൺകടലാർ കരം അവിടെയുമുണ്ട്. ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കൂ ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കൂ ജയ. അതുകൊണ്ട് ഞാൻ പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എന്താവൻ കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എന്താവൻ കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. യും തീച്ചുള എതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വിധപ്പെട്ട. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവയ്ക്കും. ഹല്ലേലൂയ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ. അതുകൊണ്ട് പതറുകയില്ല ഞാൻ. അവിശ്വാസത്തോടെ നമ്മുടെ പിതാവാം ദൈവം നമ്മളെ നടത്താൻ മതിയായ ദൈവമാണ്. എന്നെ നടത്താൻ ശക്തിയുള്ള എന്റെ ദൈവം കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം. എന്റെ അന്ത്യം വരെ നടത്തുവാൻ മതിയായ എന്റെ ദൈവം എന്നാഥൻ നടത്തിയിടും. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ പോൽ വിധപ്പെട്ട. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ പോൽ വിധപ്പെട്ട. അവിടെ എന്റെ യേശുവിന്റെ അത്ഭുതം ഇറങ്ങി വരുന്നു. ഏത് പ്രതികൂലാവസ്ഥ ആയിക്കോട്ടെ, ഹല്ലേലൂയ, എന്റെ അപ്പന് കഴിയാത്തതായി ഒന്നുമില്ല. ആമേൻ. നമ്മുടെ ആവശ്യത്തെ കൂടുതൽ മതിയായ എന്റെ ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് പതറുകയില്ല. അപ്പന്റെ വലം കരം പിടിച്ച് ഞാൻ എന്റെ ജീവിതയാത്ര മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. ഉറപ്പോടെ പാടിയാട്ടെ. എന്നാഥൻ നടത്തിയിടും കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം.
എരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. ആമേൻ. എരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും. ആമേൻ. ഇത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. എത്ര പേരുടെ ജീവിതത്തോട് പറയും? എലിയാവെ പൂർത്തിയ എൻ പ്രിയനെയും പൂർത്തിക്കൊള്ളും. അതുകൊണ്ട് പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധിയിൽ വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോച്ചിടും, എന്നാലും നടത്തിടും മന്ദിരം വരെ. എൻ പ്രിയൻ പോച്ചിടും, എന്നാലും നടത്തിടും മന്ദിരം വരെ. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലു എൻ കാന്തനേശു അവിടെയും കൈവിടാത്തിന്റെ ദൈവം. ഈ ലോകത്തിലായിരിക്കുമ്പോഴല്ല, ഹല്ലേലൂയ, നിത്യജീവൻ എനിക്ക് തന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ പിതാവില്ലാത്ത സ്ഥലമില്ല. ഞാൻ സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചാലും അവിടെ അവനുണ്ട്. ആകാശത്തിന്റെ മീതെ ഞാൻ കൂടുകൂട്ടിയാലും അവിടെ അവനുണ്ട്. ഹല്ലേലൂയ. എവിടെയും എന്നെ സഹായിപ്പാൻ ശക്തിയുള്ള കാരം എന്റെ കൂടെയുണ്ട്. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. മണ്ണോട് മണ്ണായി, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ കാത്തിരിക്കുന്ന നല്ല ദൈവം. ആമേൻ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ അവന്റെ മഹത്വത്തിൽ കൈക്കൊള്ളും. പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ. എന്റെ ദൈവത്തെ കുറിച്ച് വിശ്വാസത്തിലുള്ള ഹല്ലേലൂയ. അവന്റെ കരുതൽ അനുഭവിച്ചാൽ ആരും മിണ്ടാണ്ടിരിക്കയില്ല. എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. ഹല്ലേലൂയ. Oh, we worship you, Lord. കർത്താവേ, അവിടെ ശക്തിയുള്ള ഭുജബലത്തിന്റെ ശക്തി അറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ മഹത്വം അറിഞ്ഞ് അങ്ങ് ആരാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ മഹത്വം എത്ര വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അങ്ങയുടെ കരത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുനാഥ, ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുനാഥ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്റെ പിതാവും ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. കരത്തിന്റെ ശക്തിയാണ് നമ്മളിപ്പോ പാടിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ലോകത്തിൽ കർത്താവ് ജീവിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ ഏത് പ്രതികൂലാവസ്ഥ വന്നോട്ടെ, ഹല്ലേലൂയ, അതിലെല്ലാം നടത്തുവാൻ എൻ്റെ യേശു മതിയായവനാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടുന്ന് പോയാലും, ഭൂമിയിലല്ല, ഹല്ലേലൂയ, ഇവിടുന്ന് പോയാലും, ഞാൻ മണ്ണോട് മണ്ണായി മറിഞ്ഞാലും അവിടെയും എൻ്റെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. എനിക്കായി ഭവനം ഒരുക്കി കാത്തിരിക്കുന്ന എൻ്റെ ദൈവമുണ്ട്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ അത് ഇടയാക്കണം. കർത്താവിൻ്റെ സത്യം നമ്മൾ അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ നമ്മുടെ പല വിഷയങ്ങളിൽ നിന്നും, നമ്മളെ പല ബന്ധനങ്ങളിൽ നിന്നും, പല സ്വഭാവങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ വിടുവിക്കുകയും നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവെ, തിരുസന്നിധിയിൽ അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം ഞങ്ങൾ കേൾക്കുവാനിടയാകണം. മനുഷ്യന്റെ ശബ്ദമല്ല,
ദൈവ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ആരാധനയെ കുറിച്ചാണ്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഐ വോണ്ട് റിപ്പീറ്റ്, റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വെളിപ്പാട് വേണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിന് മാറ്റമില്ലാതെ ആരാധനയല്ല. ആരാധന വേണമെങ്കിൽ ഹൃദയത്തിൻ്റെ മാറ്റം വേണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ദൈവത്തോട് ചേരാതെ അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് ചെല്ലാതെ ആരാധന ഇല്ല. ആമേൻ. നമ്മൾ ഇതിനാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളി അതാ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ എൻ്റെ നമ്പർ 1 കോൾ, എൻ്റെ ഏറ്റവും സർവോന്നതമായ പ്രധാനമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് അവനെ സ്നേഹിക്കാനാണ്. എൻ്റെ കർത്താവിനെ എന്നെ വിളിച്ചവനെ സ്നേഹിക്കാനാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ സ്നേഹിച്ച് അവനെ ആരാധിച്ച് നമ്മൾ ആരാധിക്കുന്നവനെ പോലെ ആയിത്തീരണം. അല്ലോ, ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹം അതല്ലേ? അല്ലേ, നമ്മുടെ പിള്ളേര് നമ്മുടെ അത്രയും പോരാ, അവർ നമ്മളെക്കാളും ഉയരണമെന്നാണ് ഒരു നല്ല മാതാവിൻ്റെയും അല്ലെങ്കിൽ നല്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹമെങ്കിൽ എൻ്റെ പിതാവും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത്. സ്റ്റാൻഡേർഡ് ആരാ? യേശുക്രിസ്തുവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. നീ അവനെ പോലെ ആയി, നിങ്ങളുടെ പുറകിരിക്കുന്ന ആളെ പോലെ ആകാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മൾ സാറിന് പറയാറുണ്ട്, ഞാൻ അവനേക്കാളും ബെറ്ററാണ്. അത് ക്ലാസ്സിലെ പിള്ളേരും പറയും. ക്ലാസ്സിലെ പിള്ളേർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പപ്പ എനിക്ക് 50 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ, എടാ നിനക്ക് 50 മാർക്കേ ഉള്ളൂ. 100-ലാട്ടാ, 50-50 അല്ല, 50 ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വിഷമിച്ചാണ് അപ്പൻ ചോദിക്കണം, നിനക്ക് 100-ൽ 50 ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നില്ല, പപ്പ ക്ലാസ്സിലെ എല്ലാവർക്കും ഈ 55 ഉള്ളൂ, പിന്നെ എനിക്ക് 50 കിട്ടിയെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന്. അപ്പം പറയും, എല്ലടാ മോനെ, അതല്ല, നിനക്ക് 100 മാർക്കാണ് വേണ്ടത്. ക്ലാസ്സിലെല്ലാം ഉഴപ്പന്മാരാണെങ്കിൽ നീ അത് സ്റ്റാൻഡേർഡിലല്ല നോക്കേണ്ടത്. നിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 100 മാർക്കാണ്. മനസ്സിലായോ പിള്ളേർ? മനസ്സിലായ? അടുത്ത ആൾക്ക് 50 മാർക്ക് കിട്ടിയോണ്ട് എനിക്ക് 50 മാർക്കിൽ എനിക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. നമുക്ക് എത്ര വേണം? നമുക്ക് 100 മാർക്ക്. അടുത്ത ആളോട് പറഞ്ഞേ 100 മാർക്ക് വേണമെന്ന് പറ. ഹല്ലേലൂയ. അതാ നമ്മുടെ വിളി. നമ്മുടെ സ്റ്റാൻഡേർഡ് അവനെക്കാളും ബെറ്റർ ആകാനല്ല. ഓ, ഞാൻ അത്രയും കുഴപ്പക്കാരനല്ല. നമുക്ക് അങ്ങനെ വിളിയില്ല. കർത്താവിൻ്റെ തിരുസന്നിധി ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കാൻ പോകുന്നത്, എൻ്റെ പുത്രനെ പോലെ നീ ആയോ എന്നാ ചോദിക്കാൻ പോണത്. നിന്നെ ഞാനൊരു കാര്യം ഭരമേൽപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മെ വിളിക്കുന്ന ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. അടുത്ത ആളോട് പറഞ്ഞേ, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന പുരോഹിതനായിട്ടാണെന്ന് പറ. അത് പെണ്ണുങ്ങൾക്കും പറയാം കേട്ടോ. അയ്യോ ഞാൻ പുരോഹിതനൊന്നുമല്ല. നമ്മുടെ വിളി അതാണ്. ഞാൻ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നപ്പോഴേ, അപ്പോൾ നോട്ട് ദാറ്റ് കത്തോലിക്ക സഭ തെറ്റാണെന്നോ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഈ പുരോഹിതന്മാരെ കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. വി ഗ്രൂ ആൻഡ് വാച്ച്, പിന്നെ ബൈ വാച്ചിങ് ദം. ഞങ്ങളിങ്ങനെ അവരെ കണ്ടപ്പോൾ പല പല വസ്ത്രധാരണയും പല രീതിയിലുള്ള ഗൗണും എല്ലാം ഇട്ടിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വേഷവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ എന്നോട് ചോദിക്കാൻ, അപ്പം നിങ്ങളൊരു അച്ഛനായി മാറിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ അച്ഛനല്ല, ഞാൻ കർത്താവിൻ്റെ പുരോഹിതനാണ്. ഹല്ലേലൂയ. അത് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എല്ലാവരും പുരോഹിതന്മാരാണ്. ഞങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ഒരു സമൂഹമാണ്. അപ്പോൾ എല്ലാവരും അച്ഛന്മാരാണ്? എല്ലാവരും അച്ഛന്മാരല്ല, ഞങ്ങളെല്ലാവരും, അടുത്ത ആൾ പറയാം, നമ്മളെല്ലാം കർത്താവിൻ്റെ പുരോഹിതന്മാരാണ്. അപ്പോൾ പുരോഹിതന്മാരെന്ന് പറയുമ്പോഴേ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും സാധാരണ വിശ്വാസിയാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ളവർ അവിടെ എത്തൂല. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തണോ വേണ്ടെന്നുള്ള ചോദ്യം വരുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം.
കർത്താവിൻ്റെ ഉത്തരവ് അതാണ്. ഈ കർത്താവിൻ്റെ ആ നാണയത്തിൻ്റെ ഉപമയൊക്കെ പറയുമ്പോൾ ഈ ഓരോരുത്തർക്ക് കൊടുത്ത താലന്തുകളുടെ നാണയത്തിൻ്റെ താലന്തുകളുടെ ഉപമ പറയുമ്പോൾ ഒരാൾക്ക് ഇന്നത് കൊടുത്തു, ഒരാൾക്ക് ഇന്നത് കൊടുത്തു, ഒരാൾക്ക് ഇന്നത്. ഒരു സ്ഥലത്ത് 10 പേർക്ക് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്, വേറെ സ്ഥലത്ത് 3 പേർക്ക് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ കൊടുത്ത് ഒരാൾ എന്ത് ചെയ്ത്, അയാൾ അത് ഒളിപ്പിച്ച് ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അതിന് നശിപ്പിച്ച് കളയില്ല. നമ്മളുടെ മെന്റാലിറ്റി അതാ. നശിപ്പിച്ച് കളയാതെ സൂക്ഷിച്ചു വെച്ച് കർത്താവ് വരുമ്പോഴേ ഞാനുണ്ട് കേട്ടാ എന്ന് പറയുന്ന ആൾക്ക് ദുഷ്ട എന്നുള്ള വിളിയാണ് കിട്ടാൻ പോണത്. അപ്പൊ അടുത്ത ആളോട് പറയാം, നമുക്ക് ആ വിളി പോരെന്ന് പറയാം. നമുക്ക് ദുഷ്ടന്റെ വിളിയൊന്നും വേണ്ട, നമുക്ക് വിശ്വസ്തനായ ദാസനെ എന്താണ് എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള വാക്യം എനിക്ക് കിട്ടണം. ഹല്ലേലൂയ. അടുത്ത ആളെ കുലുക്കിക്കൊണ്ട് പറയാം, നമ്മൾക്കുള്ള ദൂതാണെന്ന് പറ. ദുഷ്ടനായ ദാസനെ എന്നുള്ള വിളി എനിക്ക് വേണ്ട, എനിക്ക് കർത്താവിന്റെ വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളി എനിക്ക് വേണം. ഹല്ലേലൂയ. ഓ പോരാ. ആമേൻ. അപ്പൊ 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ എന്താ പറയുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ പ്രഘോഷിക്കുവാൻ ആരാണ്? ഒരു സ്വന്തം ജനവും ആകുന്നു. എന്തിനു വേണ്ടി വിളിച്ചപ്പ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ പ്രഘോഷിക്കുവാൻ. പുരോഹിതന്റെ ജോലിയാട്ടോ. അടുത്ത ആൾ പറ, പുരോഹിതന്റെ ജോലിയാണെന്ന് പറ. മിണ്ടാതിരിക്കരുത് കേട്ടാ. നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും സ്തുതികൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. എൻ്റെ ജോലി അതാ. എൻ്റെ കർത്താവേ നീ നല്ലവൻ, എൻ്റെ കർത്താവേ നീ സർവശക്തൻ. നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും കർത്താവിനോടുള്ള നമ്മുടെ സ്തുതികൾ നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യണം? ഉയർന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഒരു രാജ്യവും ഒരു പുരോഹിത വർഗവുമാക്കി തീർക്കാൻ. നമുക്ക് വെളിപ്പാടിന്റെ പുസ്തകം നോക്കുമ്പോൾ അവിടെ 3 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. എവിടുന്ന് എങ്ങനെയാ അന്ന് മുഴുവൻ വായിച്ചത്? നല്ലൊരു വചനം. അവിടെ പറയുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. കണ്ട, അപ്പൊ നമുക്ക് കർത്താവിന്റെ മഹത്വം നമ്മൾ എപ്പോഴും വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം. ഹല്ലേലൂയ. നമ്മൾ ആരെ ആരാധിക്കുന്നോ നമ്മൾ അതുപോലെ ആയിത്തീരും. ഈ തത്വം നമുക്ക് സെക്യുലർ വേൾഡിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, പലരെയും ആരാധിക്കുന്നവർ അവരെ പോലെ ആയിത്തീരുന്നത്. നമ്മൾ എന്തിനെ ആരാധിക്കുന്നോ നമ്മൾ അതിനെപ്പോലെ ആയിത്തീരുന്നു. പരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ചാൽ അവനെ പോലെ ആയിത്തീരും. അതിന് പ്രത്യേകിച്ച് നമ്മൾ കിടന്ന് ശ്രമമൊന്നും വേണ്ട. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവനെ കൊണ്ട് നമ്മൾ നിറയും. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കാനിടയായിത്തീരും. അവൻ നമ്മുടെ ഉള്ളിൽ പണിയുവാനിടയായിത്തീരും. നമ്മുടെ എന്താണ് നമ്മൾ ജോലി നമ്മുടെ എന്ത് വേലയാണ് നിർവഹിക്കേണ്ടത് അവൻ നമ്മിലൂടെ ചെയ്യും. പിന്നെ നമ്മളുടെ ശ്രമത്തിൽ ഒരു വാല്യൂ ഇല്ല. ഹല്ലേലൂയ. നമുക്ക് ഈ കർത്താവ് ഈ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ അവിടെ പല രീതിയിലും കർത്താവിൻ്റെ ചില നിബന്ധനകളുണ്ട്. വെറുതെ പുരോഹിതനായിട്ടാ ഞാൻ പുരോഹിതനാണെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. അതിൻ്റെ നിബന്ധനകളെല്ലാം പാലിക്കണം. പുരോഹിതന്റെ രീതി എന്താണ്? എന്തിനാ കർത്താവ് വേഷവിധാനം പുരോഹിതന് കൊടുത്തത്? അഹറോന്റെ കാലത്ത് നമുക്ക് ലേവ്യർ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 28-ാം അധ്യായം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഞാനിപ്പോൾ ഇത് മുഴുവൻ വായിക്കാൻ പോകുന്നത്, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഴുവൻ ടൈം എടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ലേവ്യർക്ക് കൊടുത്തപ്പോൾ പറഞ്ഞ അഹറോന്റെ മക്കൾ, അഹറോനും അഹറോന്റെ മക്കളുമായിരിക്കും പുരോഹിതന്മാർ. ഇപ്പൊ ലേവ്യരെല്ലാവരും പുരോഹിതന്മാരല്ല. ലേവ്യ ഗോത്രം മുഴുവൻ പുരോഹിതന്മാരല്ല. അവരെല്ലാം കർത്താവിൻ്റെ വിവിധ ആലയത്തിലുള്ള പല വേലകൾ ചെയ്യുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. അവർ പുരോഹിതന്മാരാരാണ്? ഒരു പ്രത്യേക കുലത്തിൽപ്പെട്ട, അതായത് അഹറോന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അത് കാലം കാലമായിട്ട്
ദൈവം പുരോഹിതന്മാരായിട്ട് വെച്ചത്. ഇപ്പം നമ്മൾ ഏത് ഗണത്തിൽപ്പെട്ടാ? നമ്മൾ അഹറോന്റെ പിന്തുടർച്ചയിൽപ്പെട്ടതാണോ? നമ്മൾ ആരുടെ പിന്തുടർച്ചയാ? നമ്മൾ ക്രിസ്തുയേശുവിന്റെ പിന്തുടർച്ചയാ. ഹല്ലേലൂയ. അഹറോന്റെ പിന്തുടർച്ചയുടെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ പിന്തുടർച്ചയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് എല്ലാം ആ ഭൗതികമായിട്ടുള്ള ആ ഒരു വംശാവലിയിലുള്ളവർക്ക് മാത്രമേ പുരോഹിതന്മാരായി തീരാൻ പറ്റുള്ളൂ. എന്നാൽ എന്നെയും നിങ്ങളെയും ക്രിസ്തു യേശുദേ വിളിച്ച് എഴുതിക്കണ്ട, ഹി ഹാസ് മെയ്ഡ് us കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. ആരാക്കി? എൻ്റെ കർത്താവാക്കി. അടുത്ത ആൾ പറ, യേശു തന്നൊരു നിയോഗമാണെന്ന് പറ. ഹല്ലേലൂയ. ഈ 24-ാം അധ്യായം 28-ാം അധ്യായം ലേവ്യരുടെ പുസ്തകം വായിക്കുമ്പോഴുണ്ടല്ലോ, 4-ാം വാക്യത്തിൽ അവിടെ അവർ ഇടുന്ന വേഷമൊക്കെ പറയുന്നുണ്ട്. ഇന്ന വേഷത്തിൽ അവർ എന്ത് ചെയ്യണം? അവർ ഈഫോഡ് ധരിക്കണം, പിന്നെ അവർ നെറ്റിയിലൊരു തൊപ്പി ധരിക്കണം, ഇല്ല നെറ്റിയിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ഹോളി ആൻഡ് ടു ദ ലോർഡ് എന്ന് പറയും. അവിടെ കർത്താവിന് വിശുദ്ധൻ എന്നുള്ള പ്ലേറ്റ് ഇവിടെ ധരിക്കണം. എന്തിനാണെന്നറിയോ? നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളെല്ലാം വിശുദ്ധമായിരിക്കണം. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് നോക്കിക്കേ. നമ്മുടെ നെഞ്ച്, ഹൃദയം, അവിടെ എന്താണ്? ആ ഈഫോഡ് ഇടുമ്പോൾ നമ്മുടെ ഹൃദയം നീതിയുടെ കവചം, നീതിയുടെ അങ്കി ഞാൻ ധരിച്ചിരിക്കുകയാണ്. കണ്ട, അവർക്ക് അവരുടെ അണ്ടർ ഗാർമെന്റ്സ് വരെയും. കാരണം എന്താണെന്നറിയോ? ദൈവത്തിന്റെ നിയോഗപ്രകാരം. നിങ്ങൾ ഈ ദൈവത്തിന്റെ ഈ കർത്താവിന്റെ നിബന്ധനകളൊക്കെ വായിക്കും, ഭയങ്കര കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ 20-ാം അധ്യായത്തിലാണ് അതിന്റെ പരാമർശങ്ങൾ. എങ്ങനെയാണ് യാഗപീഠം വേണമെന്ന്. അടുത്ത ആൾ പറ, പുരോഹിതന്മാർക്ക് യാഗപീഠം വേണമെന്ന് പറ. അതെന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. പറഞ്ഞു തീർത്ത്. അപ്പൊ യാഗപീഠം എങ്ങനെയായിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യാഗപീഠം എങ്ങനെയായിരിക്കണം? യാഗപീഠം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇട്ട് ഉളിയും കോടാലിയും ചിറ്റിയും വെച്ചൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. കർത്താവിൻ്റെ ആദ്യത്തെ യാഗപീഠത്തിൽ പ്രകാരം പറയുന്നത്, നിങ്ങൾ ചെത്തണ്ട, നിങ്ങൾ ആ കല്ല് അങ്ങനെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കല്ല്, ചെത്താത്ത കല്ല് ഉപയോഗിക്കണമെന്നാ. പക്ഷേ ഇസ്രായേൽ മക്കൾ ആലയം പണിതപ്പോൾ ചെത്താത്ത കല്ല് വെച്ച് പണിയാൻ പറ്റുമോ? ഇവിടെ പണിക്കാരുണ്ടെങ്കിൽ, ഞാൻ മേസൺസ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ചെത്താത്ത കല്ല് വെച്ച് പണിയാൻ കുറച്ച് പാടാ. ഓരോ ബ്ലോക്ക് കല്ല് അവർ ക്വാറിയിൽ പാറമടയിൽ പോയിട്ട് പിഴുതെടുത്തിട്ടാണ് കൊണ്ടുവന്നത്. കാരണം ആലയത്തിൽ ചുറ്റികയുടെ ശബ്ദം കേൾക്കാൻ പാടില്ല. അപ്പൊ അവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? എന്ത് കുഴിയാണ് അവിടെ എഴുതിക്കണം? എനിക്കത് ക്ലിയർ അല്ല. വെട്ടുകുഴി. ആ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. മനുഷ്യന്റെ പണിക്ക് യാതൊരു വാല്യൂ ഇല്ല. കർത്താവ് തന്നെ പണിയണം. അടുത്ത ആളുടെ പറ, കർത്താവ് എന്നെ പണിയണമെന്ന് പറ. കർത്താവ് പണിയും നമ്മളാ. അതാണ് സമർപ്പണം. അതാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് സമർപ്പണമാണ്. എന്തിനാണെന്നറിയാമോ? എൻ്റെ കർത്താവെ എന്നെ പണിയണം, എൻ്റെ കർത്താവ് എന്നെ പണിയണം. കാരണം എൻ്റെ ദൗത്യം എനിക്ക് ചെയ്യണം. ഒരു പുരോഹിതന്റെ ദൗത്യം ചെയ്യാൻ എളുപ്പമല്ല. കാരണം കർത്താവാണ് നമ്മളിലൂടെ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ കർത്താവിനായി സമർപ്പിച്ചാൽ അവൻ നമ്മെ പുരോഹിതനാക്കി തീർക്കും. അങ്ങനെ പറഞ്ഞേക്കണം, അവനാ പുരോഹിതനാക്കിയത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെളിപ്പാടിന്റെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിലും ഇതേ വാക്യം പറയുന്നുണ്ട്. 21-ന്റെ 6 തോന്നുന്നു. 21-ന്റെ 6 എന്ന് എടുത്ത് വായിച്ചേ. 20-ന്റെ 6 നോക്കിക്കേ. 20 അല്ല, അതല്ല, 20-ന്റെ 6 അല്ല, അതന്നെ ഇത് തന്നെ. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 2-ാമത്തെ പുനരുത്ഥാനത്തിൽ
പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന്, അടുത്ത ആൾ പറയാം, രണ്ടാം മരണത്തിന് പുരോഹിതന്മാരുടെ മേൽ അധികാരമില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്റർ എനിക്ക് പുരോഹിതനാകാൻ വലിയ താല്പര്യമില്ല, ഞാൻ വിശ്വാസിയായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ ഈ വചനം കാണിച്ചു കൊടുത്തു. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവന്റെ മേല് രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ആ കൂട്ടത്തിൽ എത്ര പേർക്ക് കാരണം? കൈവക്ക്. പുരോഹിതന്മാരാണ്. ഞാൻ ആദ്യം ചോദിക്കണേ പുരോഹിതന്മാരാണോ എന്ന് ചോദിച്ചാൽ അധികം കൈവക്കൂല. പക്ഷെ ഇത് കാണുമ്പോഴുണ്ടല്ല, രണ്ടാമത്തെ മരണം അവർ തൊടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് പുരോഹിതനായാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ട്, നമുക്ക് പുരോഹിതന്മാരാകേണ്ടതിന് കാരണമുണ്ട്. കാരണം നമ്മളെ കർത്താവിൻ്റെ ആ പദ്ധതി പ്രകാരം ദൈവം നമ്മളെ പുരോഹിതന്മാരായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇനി ആരും തെറ്റിദ്ധരിക്കട്ടെ. അടുത്ത ആൾ പറഞ്ഞേ നിങ്ങളൊരു പുരോഹിതനാണെന്ന് പറ, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറ. അത് വേറെ രണ്ടാമതൊരു ചിന്തയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി നമ്മൾ പുരോഹിതന്മാരാണെന്ന്? അപ്പൊ പുരോഹിതന്മാരാകുമ്പോൾ ഇനി സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? പുരോഹിതന്മാരാണെന്ന് മനസ്സിലായല്ല. പുരോഹിതന്മാരല്ലെങ്കിൽ അവിടെ എത്തൂല. പുരോഹിതന്മാര് മാത്രമേ അവിടെ കർത്താവിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ മരണത്തിൽ തട്ടിപ്പോവും. ഹല്ലേലൂയ. ആദ്യത്തേതിൽ തന്നെ തട്ടിപ്പോവും. രണ്ടാമത്തേതിൽ നിൽക്കണ്ട. ആദ്യത്തേത് പുനരുത്ഥാനത്തിൽ തന്നെ ഉണ്ടാവില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പുരോഹിതന്മാരായിട്ട് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൗത്യം കർത്താവ് തന്നെ നിർവഹിക്കും. അതാണ് ഫിലിപ്പിയർ 1:6 പറയുന്നത്, കർത്താവ് നിങ്ങളിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി കർത്താവിന്റെ നാൾ വരെയും അതിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തനാണ്. എല്ലാവരും പറഞ്ഞ അവൻ എന്നെ പണിയും, അവൻ വിശ്വസ്തനാണ്. യേശു എന്നെ പണിയും, യേശു വിശ്വസ്തനാണ്. പറ, യേശു എന്നെ പണിയും, യേശു വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ എളുപ്പമല്ല. ഇപ്പൊ ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാമോ? നമുക്ക് നമ്മുടെ ഉള്ളിൽ കൂർത്ത വശങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാനും നിങ്ങളും പണിയപ്പെടണം. പാസ്റ്റർ ജോസഫ് ഇവിടുത്തെ സുപ്രീം കോർട്ടൊന്നും അല്ല. എന്തായി പറയണത്? ഹല്ലേലൂയ. എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് ഞാനിവിടെ വന്നതാ. ചിലപ്പോൾ ഞാൻ തുടങ്ങിയതായിരിക്കും, എൻ്റെ പ്രവൃത്തിയൊക്കെ പണ്ട് തുടങ്ങിയതായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. സംബഡി ഹാസ് എൻട്രസ്റ്റഡ് ദ വർക്ക് ടു മീ. ഞാൻ ന്യൂ ലൈഫിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ന്യൂ ലൈഫിൻ്റെ അവിടുത്തെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞ്, യു ആർ എൻട്രസ്റ്റഡ്, നിങ്ങളെ ഞാൻ ഈ പ്രവൃത്തികൾ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളത് പാസ്റ്റർ ദിനിലിനെ ഞങ്ങൾ ഭരമേൽപ്പിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പാസ്റ്റർ ദിനിലിന് നിങ്ങൾ കീഴ്പ്പെട്ട് നിന്ന് ഈ പ്രവർത്തനം, നിങ്ങളെ ഈ സഭ എന്നുള്ള ദൗത്യം പുരോഹിതന്മാരാ നമ്മളെല്ലാവരും ഒരുമിച്ച് പണിയണം, ചേർന്നുകൊണ്ട്. എൻ്റെ അടുത്ത് വരരുത് കേട്ടോ. പാസ്റ്റർ ഞാൻ നല്ല പരിചയം, അതെ എൻ്റെ അടുത്ത് വരണ്ട പ്ലീസ്. ഹല്ലേലൂയ. ഏൽപ്പിച്ച ആളുടെ മുകളിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്തിനും വിഷയം വരുമ്പോൾ ഞാൻ കയറി എത്ര ഞാനത് മാറി നിൽക്കും. നിങ്ങൾ കല്യാണം നടത്താം പാസ്റ്ററെ, ഞാൻ എൻ്റെ അടുത്ത് വരണ്ട, ഞാനല്ല എൻ്റെ ആള്. അല്ല പാസ്റ്ററെ, നമ്മൾ ഈ പരിചയം, ഒരു പരിചയമില്ല. മനസ്സിലായില്ലേ? ഞാനല്ല ചെയ്യുന്ന ആള്. ഇവിടെ നമ്മളൊരാളെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ മറികടന്ന് എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ മുകളിലൊരു കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റിയിൽ ഞാനും ചിലപ്പോൾ ചേർന്നിരിക്കും. അപ്പൊ അവിടെ എനിക്ക് കുറച്ചുകൂടെ പവർ എനിക്ക് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾ പോയി കാണേണ്ടത് അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിന് മറികടന്ന് എൻ്റെ അടുത്ത് ആരും പ്ലീസ് വരണ്ട. പക്ഷെ കോർ കമ്മിറ്റി എന്തിനാ വെച്ചതെന്ന് അറിയാമോ? കോർ കമ്മിറ്റി പാസ്റ്ററിന്റെ മുകളിൽ പാസ്റ്ററിനെ വളച്ചൊടിക്കാൻ വേണ്ടിയല്ല. എന്തിനാണ് അറിയാമോ? പാസ്റ്ററിനെ വഴിക്ക് നയിക്കാൻ വേണ്ടിയാ. ഞാനും ഒത്തിരി പേരുടെ ഉത്തരം കൊടുക്കേണ്ട ആളാ. അവിടെ വേറൊരു കമ്മിറ്റി കൗൺസിൽ ഉണ്ട്. അവരെന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആരുടെ മുകളിലൊന്നുമല്ല. ആരും എന്നോട് പറഞ്ഞു പാസ്റ്റർ ഏറ്റവും മുകളിൽ. ഞാൻ മുകളിലൊന്നുമല്ല. ഞാൻ അവിടെ ഉത്തരം കൊടുക്കണം. അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യണമെന്ന്, എന്തൊക്കെ ചെയ്തു എന്നോട് ചോദിക്കും. ഞാൻ പറയും ഇതൊക്കെ ചെയ്തു, പോരാ, നിങ്ങളുടെ പണി പോരാ. എൻ്റെ പാസ്റ്റർ ചെയ്യാം, മുട്ടുമേ നിൽക്കണ്ടേ ഞാൻ ഇനി?
അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. വി നീഡ് ടു ഡു ഇറ്റ് ടുഗെദർ. കർത്താവിൻ്റെ സഭയെ നമ്മൾ പണിയുവാൻ പുരോഹിതന്മാരായ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. അടുത്ത ആളുടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറ. ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മൾ ഉപയോഗിക്കുവാനുള്ള ആ ലെവലിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ സമർപ്പണത്തിലൂടെയാണ്. റോമർ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം 7-8 വായിക്കാമോ? അവിടെ ആദ്യത്തെ വാക്യം വായിച്ചിട്ട് നമുക്കങ്ങോട്ട് പോവാം. ഫസ്റ്റ് ആദ്യത്തെ വാക്യം എന്താ പറയുന്നത്? ആദ്യത്തെ വാക്യം 1-ാമത്തെ വാക്യം വായിച്ചിട്ട് അങ്ങോട്ട് പോവാം. 1-ാമത്തെ വാക്യം എട്ടാം വാക്യത്തിലേക്ക് പോ. 7-ാം വാക്യം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എന്താണ്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്ത് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. അപ്പൊ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള പലതും, നമ്മുടെ ഉള്ളിലുള്ള ദുഷിപ്പ് മുഴുവൻ എന്ത് ചെയ്യണം? കളയണം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 2-ാം വാക്യം പറയുന്നത് എന്താ? നമ്മുടെ സകല കന്മഷവും നീക്കി എവിടെയുള്ളതാണ്? നമ്മുടെ എവിടെയുള്ളതാ അഴുക്ക്? എങ്ങനെയാ? എവിടെയൊക്കെയാണ് അശുദ്ധി ഉള്ളതപ്പാ? മുഴുവൻ വായിക്ക്. ജഡത്തിലും ആത്മാവില്. ജഡത്തിൽ എങ്ങനെ? ആത്മാവില് നമുക്ക് ആത്മാവിൽ രക്തത്താൽ കഴുകപ്പെട്ടവരല്ലേ നമ്മള്. പിന്നെ എങ്ങനെ ആത്മാവ് പിന്നെ അശുദ്ധി വന്നത്? കാരണമുണ്ട്. നമ്മള് ഇത് പൂർണ്ണമായിട്ട് ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ പകർച്ചയാണത്. ജഡത്തിലുള്ള അഴുക്ക് ആത്മാവിലേക്ക് കയറി പിടിക്കും. അടുത്ത ആള് പറ, പൂർണ്ണമായിട്ടുള്ള തികഞ്ഞ ഒരു വിശ്വാസിയായി തീരണം. അടുത്ത ആള് പറ, പൂർണ്ണമായിട്ടുള്ള തികഞ്ഞ വിശ്വാസി ആയിത്തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ തികഞ്ഞ വിശ്വാസിയായി തീരണം. ആമേൻ. തികഞ്ഞ വിശ്വാസിയായി തീരണം. പറ, തികഞ്ഞ വിശ്വാസിയായി തീരണം. എങ്ങനെയാ തികഞ്ഞ വിശ്വാസിയായി തീരണം? എങ്ങനെയാ? നമ്മുടെ ദൃഷ്ടി കർത്താവിൽ വെക്കണം. എല്ലാവരും പറഞ്ഞ, എൻ്റെ ദൃഷ്ടി കർത്താവിൽ വെക്കുന്നു. എൻ്റെ ദൃഷ്ടി കർത്താവിൽ വെക്കുന്നു. എൻ്റെ ദൃഷ്ടി പറ, എല്ലാവരും പറ, എൻ്റെ ദൃഷ്ടി. കൊലോസിയർ 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് എൻ്റെ ദൃഷ്ടി കർത്താവിൽ വെക്കുന്നു. ദൃഷ്ടി എവിടെയാണ് വേണ്ടത്? നമ്മളെ ഈ ഭൂമിയിൽ എത്രയൊക്കെ അറിയാം നമ്മൾ എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അടുത്ത ആളോട് ചോദിച്ചാൽ നിങ്ങൾ വല്ല അന്വേഷിക്കണ്ടെന്ന് ചോദിച്ചേ. സത്യമായിട്ട് ഞാൻ പറയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ നല്ല പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. പ്രായമായിട്ടുള്ള ആൾ പറയും കുറച്ച് പണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണത്. ശരിയല്ലേ? ഒരാൾ കുറച്ചുകൂടെ ഒരു ഉയർച്ച അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്ത്രീകളോട് ചോദിച്ചാൽ അവർ നല്ലൊരു വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അല്ലേ? ഞങ്ങൾക്കൊരു വീട് വേണം, മക്കളെ കെട്ടിക്കുമ്പോൾ നല്ല വീട് വേണോ? എല്ലാം അന്വേഷിക്കാത്ത ആരാ ഉള്ളത്? പക്ഷെ അതെല്ലാം വരും. അടുത്ത ആൾ പറ, ഇതെല്ലാം വരുന്നുണ്ടെന്ന് പറ. സ്തോത്രം. അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കർത്താവിനെ അന്വേഷിക്കുന്ന പക്ഷം ഇതെല്ലാം നമുക്ക്. അതാണ് കർത്താവ് പറഞ്ഞ, ആദ്യം നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പൊ ജാതികൾ അന്വേഷിക്കുന്നതൊക്കെയും നിന്റെ പിന്നാലെ വന്ന് നിന്നെ ഓവർടേക്ക് ചെയ്യും. ആമേൻ. പിന്നാലെ വന്ന് നിന്നെ ഓവർടേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഉള്ള ദൗത്യം അവിടെ കിടക്കുക. എന്താ ദൗത്യം? പുരോഹിതൻ എന്ന ദൗത്യമാണ്. അപ്പൊ നമുക്ക് പുരോഹിതന്റെ ജോലി നിർവഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനുണ്ട്. കൊലോസിയർ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇനി
താഴത്തേക്ക് വായിക്കാണ്. താഴത്തേക്ക് വായിച്ചു. നമ്മൾ അതിലൊക്കെ നടന്നവരാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. നമ്മളെല്ലാവരും ഇതിനകത്ത് നടന്നവരാ. എന്നിട്ട് എന്താ പറയുന്നത്? ഇപ്പോഴോ നിങ്ങളും, അടുത്ത ആൾ പറ, കോപം, ക്രോധം, ഈർഷ, ദൂഷണം, ഇതെല്ലാം നമ്മുടെ വായിലുണ്ട്. സന്ദർഭം വരുമ്പോൾ അതൊക്കെ ചാടി പുറത്തേക്ക് വരും. ഈ ചുരം എത്ര പേര് ചുരം കയറിയിട്ടുണ്ട്? ഞാൻ അങ്ങനെ ഛർദ്ദിക്കാത്ത ആളാ. പ്രാവശ്യം ചുരം കയറിയപ്പോഴുണ്ടല്ല, വയറ്റിലുള്ളതെല്ലാം പുറത്തേക്ക് വന്നു. ആ ചുരം കയറി നമ്മുടെ ഇങ്ങനെ ആയപ്പോഴാണ് എല്ലാം പുറത്തേക്ക് വന്നത്. കുറെ വട്ടം കറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വായിന്ന് എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. അടുത്ത ആൾ പറയാം, നമ്മളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറ. ക്രോധം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കണ്ട അവിടെ എന്ത് ചെയ്യണത്? ഇതെല്ലാം എടുത്ത് കളയണം. പുരോഹിതനായതുകൊണ്ടാ. പുരോഹിതനല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി ആവണോ വേണ്ടെന്ന് പറ. പുരോഹിതനാകണോ? ആകണം. കാരണം പുരോഹിതനായതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് ചിലതെല്ലാം റീപ്ലേസ് ചെയ്യുകയും വേണം. ഞാനിന്ന് രാവിലെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ ഈ കോട്ടും സൂട്ടൊക്കെ കല്യാണത്തിൽ ധരിക്കാറുണ്ട്. അത് ആൾക്കാരുടെ ഇഷ്ടം, എനിക്കിഷ്ടമല്ല. അവിടെ മിക്കവാറും എന്നോട് പറയും, പാസ്റ്ററെ അവരുടെ കല്യാണത്തിന് കോട്ടിട്ട് ഞങ്ങളുടെ കല്യാണത്തിന് കോട്ടിടണം. ഞാൻ പറഞ്ഞു, കോട്ടിടാം, പക്ഷേ അന്തരീക്ഷം എങ്ങനെയാണെന്നോ നോക്കിയിട്ട്. ചൂടൊക്കെ ആണെങ്കിൽ ഞാൻ വേർത്ത് കുളിച്ച് ആകെ ഞാൻ വിഷം കെട്ടു. പക്ഷെ കോട്ടിട്ട് കഴിഞ്ഞാലുണ്ടല്ല, പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. കോട്ടിട്ടവർക്കറിയാം. ഇത് ഒരു കാഞ്ചീപുരം സാരി കൊടുത്തവർക്കറിയാം. വല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വസ്ത്രത്തിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബഹുമാനം കാണിക്കുക. ഞാനൊരു ഇങ്ങനെ കോട്ടിട്ട് കഴിഞ്ഞെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഒരിടത്തും ചാരി നിൽക്കാൻ പോലും പറ്റൂല. കാലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു നിന്ന് നിപ്പിലും കൊണ്ട് നിൽക്കും അങ്ങോട്ട്. ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മളാ ഇട്ട ഡ്രസ്സ് നമുക്കറിയാം. ഇട്ട ഡ്രസ്സ് നമുക്ക് ഇനി ചാരി നിൽക്കാനോ ഇങ്ങനെ നിൽക്കാനോ ഒന്നും പറ്റില്ല. നമ്മളെല്ലാം കറക്റ്റായിട്ട് അവിടെ എന്താ കാരണം എന്നറിയോ? ഇട്ട ഡ്രസ്സ് അതാണ്. ഞാനും നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെന്നും ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണെന്നുള്ള ഡ്രസ്സ്, ഐ പുട്ട് ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ധരിച്ചത് കൊണ്ട് എൻ്റെ ആ ഒരു നിലനിൽപ്പ് തന്നെ അവന് വേണ്ടിയാണ്. ഞാൻ ആയിരിക്കുന്നത് അവന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ നമ്മൾ ധരിച്ച് കർത്താവിന് ആ ജോലി നിർവഹിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഇടണം. അപ്പൊ താഴത്തെ ആ വാക്യം, അടുത്ത വാക്യം, 8-ാം വാക്യം എടുത്തേ. 8-ാം വാക്യം, അടുത്ത വാക്യം 12-ാം വാക്യം, 12. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ. കണ്ട, ഇതൊന്നും ഇല്ല. മനസ്സലിവിന്റെ സ്പെല്ലിംഗ് അറിയാമോ നമുക്ക്? അടുത്ത ആള് ചോദിച്ചേ, മനസ്സലിവിന്റെ സ്പെല്ലിംഗ് അറിയാവോന്ന്? അറിയില്ല. ദയ. നമ്മൾ അടിച്ച് വെട്ടി 2 കണ്ടമാക്കും. ദയ. പിന്നെന്താണ്? താഴ്മ. അതെന്താണ് അവരറിയില്ല. സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ല നമുക്ക്. ഇതെന്ത് ചെയ്യണം? ഇത് ധരിക്കണം. നമ്മൾ ഇല്ലാത്തതാണ്. അടുത്ത ആൾ പറയാം, ഇല്ലാത്തത് ധരിക്കണ്ടെന്ന് പറ. ഇത് ഉണ്ടായിരുന്നെങ്കിൽ ധരിക്കാൻ പറയില്ലായിരുന്നു. ഇതില്ല. സത്യം ഞാൻ പറയാം, നമ്മൾ ഈ ശരിക്കുള്ള ആ സമ്മർദ്ദം വരുമ്പോൾ ഇതെല്ലാം കാറ്റിൽ പറന്നുകൊണ്ട് കണ്ടിട്ടുണ്ടാ? അടുത്ത ആൾ നോക്കിക്കേ ഒന്ന്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിപ്പുണ്ടെന്ന് നോക്കിക്കേ. എല്ലാം നല്ലവരാ. അടുത്ത ആൾ പറ, സമ്മർദ്ദം വരുമ്പോൾ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറ. സത്യമാണോ? ആണോ അല്ലയോ? അതാണ് ശരിക്കുള്ള സ്വഭാവം. ഇസ്രായേൽ മക്കളെ 40 വർഷം കർത്താവ് നടത്തിയ, മനസ്സിലായില്ലേ കാര്യം? 1-2 വർഷമല്ല, 40 വർഷം മരുഭൂമി കൂടെ. വാഗ്ദത്ത ഭൂമി അവിടെ നിൽക്കണ കാണാം. വട്ടം ചുറ്റി ഇങ്ങനെ 40 വർഷം കടന്ന് എവിടെ എത്തണ്? മനസ്സിലാകുന്നുണ്ടാ? അതിൻ്റെ കൂടെ പാമ്പും തേളും വിശപ്പും
എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൊരു? ഞാനാണെങ്കിൽ അവിടെ പട്ടുപോയെന്ന് എനിക്ക് തോന്നണം. ഞാൻ സത്യമല്ലേ പറയണത്? കർത്താവ് നമ്മളെ പണിയുക. ഇതിനാണ് നമുക്ക് ദീർഘക്ഷമ, പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, എൻ്റെ കർത്താവ് വീണ്ടും വരുന്നു. അടുത്തുള്ളവരെ, കർത്താവ് വീണ്ടും വരുന്നു. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, എൻ്റെ കർത്താവ് വീണ്ടും വരുന്നു. ഇത് അന്യോന്യം നമുക്കൊരു ശുശ്രൂഷയുണ്ട്, പുരോഹിതന്മാരുടെ ശുശ്രൂഷയാ. നമുക്ക് അന്യോന്യം ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തുള്ളവരെ, പുരോഹിതന്റെ ജോലിയാണെന്ന് പറ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലായോ? ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലായ? പുരോഹിതന്മാർക്ക് ഒരു ജോലിയല്ല, കർത്താവിനോട് മാത്രമല്ല ജോലി. തീർച്ചയായിട്ടും കർത്താവിനെ നമുക്ക് ആരാധിക്കാനുള്ള ഒരു ജോലിയുണ്ട്. നമുക്ക് കർത്താവിനെ ഇന്ന് പ്രാപിച്ച് നമ്മളെ തന്നെ ശുദ്ധിയാക്കി, നമ്മൾ ശുദ്ധിയാക്കിയത് കൊണ്ട് ഈ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ നിറച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കാൻ പോവാ. അതുകൊണ്ടാണ് കർത്താവിന് വചനം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 24-25 പറയുന്നത്, നിങ്ങൾ സഭായോഗങ്ങളെ കാണരുത്. പിന്നെ എന്താ അടുത്ത വാക്യം? പിന്നെ ആർക്കും അറിയില്ലല്ലേ? വായിക്കുക, അടുത്ത വാക്യം വായിക്കുക. അത് ശരിക്കുള്ള വാക്യമല്ല അത്. അത് ഞാൻ സമ്മതിക്കില്ല. സൂക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, ശരിക്കുള്ള വാക്യം ഉണ്ടല്ലോ. നിങ്ങളെ ഞാൻ എല്ലാവരെയും ചൊടിപ്പിക്കാൻ പോവാ. ശരിക്കുള്ള വാക്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയില്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയില് സ്നേഹവും സൽപ്രവൃത്തിയും ഉളവാകുവാൻ അവനെ എന്ത് ചെയ്യണം? സ്റ്റർ അപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അവനെ ഒന്ന് ഇളക്കി വിടണമെന്ന്. ശരിക്കുള്ള വാക്യം ഞാൻ പറയാം, മലയാളത്തിൽ കിട്ടിയില്ല, വാക്യം കിട്ടിയില്ല. ഇളക്കി വിടാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അവനെ അടുത്ത ആളെ ഇളക്കി വിടണമെന്നൊക്കെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? മലയാളത്തിൽ അങ്ങനത്തെ ഒരു വാക്യം ഇല്ല. മലയാളത്തിൽ എന്താ പറയണത്? സൂക്ഷിക്കുക. സൂക്ഷിക്കുക എന്നുള്ള വാക്യമല്ല, ശരിക്കുള്ള വാക്യം പ്രോഡെന്നാണ്. പ്രോഡിന്റെ വാക്യം എന്താണെന്ന് അറിയാം? പ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പശുവിന്, നിങ്ങൾക്ക് എത്ര പേർക്ക് പശുവിനെ പാല് ചുരുത്തുന്നത് കണ്ടിട്ടുണ്ട്? ഇല്ല, പശുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഗ്രാമത്തിൽ വളർന്ന ആളാ. ഞങ്ങൾക്ക് വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശു എന്താണെന്നറിയാം? പാല് തരൂല. അത്ര പേർക്ക് അറിയാം പശു പാല് തരില്ലെന്ന്. പാല് തരാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പാല് തരാൻ വേണ്ടി കിടാവിനെ കൊണ്ട് അടുത്തുകൊണ്ടേ കെട്ടും. കേട്ടിട്ടുണ്ട്? അത് അറിയാവോ? എന്തിനാ കിടാവിനെ കൊണ്ടേ കെട്ടുന്നത്? ആ പശു പാല് തരാത്തതിന്റെ കാരണം അത് കിടാവിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കാ. അപ്പൊ ഈ അമേരിക്കക്കാർ ഒരു പുതിയ യന്ത്രം കണ്ടുപിടിച്ച്, അമേരിക്കക്കാരല്ല, ശരിക്കും ഇസ്രായേൽ മക്കളാണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രിക് പ്രോഡ് എന്ന് പറയും. അകിടി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഒരു വടി കൊണ്ട് ഷോക്ക് അടിപ്പിക്കും. ആ ഷോക്ക് കിട്ടുമ്പോഴുണ്ടല്ലോ, അകിടി 120 ലിറ്റർ. അവിടെ ഒരു പശുവിന് 120 ലിറ്ററാണ് 3 നേരം കറക്കുന്നത്. അതെല്ലാം കൂടെ 120 അല്ല, 60 ലിറ്റർ. 20 മൂന്ന് പ്രാവശ്യമാണ്. 3 പശുവിനാണ്, 2 പശുവിനാണ് 120. ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഇസ്രായേലിലെ പശു, നമ്മുടെ ഇവിടെ കിട്ടുന്നത് 3 ലിറ്റർ 4 ലിറ്ററൊക്കെയാണ്. ഇസ്രായേലിലെ പശുക്കൾക്ക് അവർ കൊടുക്കുന്നതെല്ലാം ലിറ്റർ കണക്കിനാണ്. ഈ 20 ലിറ്ററും ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കും. അതിന് ഇലക്ട്രിക് പ്രോഡ് എന്ന് പറയും. ഈ വാക്യമാണ് ഇവിടെ ഉപയോഗിച്ചേക്കണം. നിന്റെ അടുത്ത ആളെ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇലക്ട്രിക് പ്രോഡ് വെച്ചിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ പുറത്തേക്ക് ചൊരുത്തിയെടുക്കണമെന്ന്. ഉത്തരവാദിത്വം ആരുടെയാ? പറയണല്ലോ നിങ്ങൾ. ഉത്തരവാദിത്വം ആരുടേതാ? പുരോഹിതന്റെ അല്ല, എൻ്റെ. അപ്പൊ ശുശ്രൂഷ എന്തായി? പുരോഹിതന്റെ. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതിയോ? ഞാനും കർത്താവും, ആമേൻ ഈശോ. മതിയോ? പോരാ. എന്നെ തന്നെ ആദ്യം സൂക്ഷിക്കണം. ഞാൻ കർത്താവ് എന്നെ പണിയുവാൻ ഞാൻ വിട്ടുകൊടുക്കണം. പോരാ. 3-ാമത്തെ കാര്യം, ജനങ്ങളെയും എനിക്ക് പണിയുവാനുള്ള ഒരു ദൗത്യമുണ്ട്. അവരിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രവൃത്തി പുറത്തേക്ക് കൊണ്ടുവരുവാൻ
പ്രോത്സാഹിപ്പിക്കുവാൻ. ആ വാക്യം ഉണ്ടോ അവിടെ? ആ വാക്യം എടുത്തേ. എബ്രായർ 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, അടുത്ത ആൾ പറ, തമ്മിൽ പ്രബോധിപ്പിച്ച്. പറ, തമ്മിൽ പ്രബോധിപ്പിച്ച്. പറ, തമ്മിൽ പ്രബോധിപ്പിക്കാന്ന് പറ. പിന്നെ സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം പ്രോഡ് കുത്തി പുറത്തേക്ക് ചെകഞ്ഞെടുക്കണം. എന്റെ ദൗത്യം പറയണത്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു പ്രോഡ് മൈ ബ്രദർ ടു ബ്രിങ് ഔട്ട് ഗുഡ് വർക്ക്സ്. നമ്മളിന്ന് നല്ല പ്രവൃത്തി അല്ലെങ്കിൽ വരില്ല. ഈ കഴുകന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കുഞ്ഞുങ്ങളുണ്ടല്ല, ആ തള്ള ആ കഴുകത്തി, കഴുകന്റെ ഭാര്യയാണ് കഴുകത്തി. അങ്ങനത്തെ ഒരു വാക്കുണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യുന്നറിയാമോ? കൂടെ അങ്ങോട്ട് ഇളക്കും, ചിക്കിപ്പറത്തു. നല്ല പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി പിന്നെ മുള്ളായി. അതെല്ലാം ഈ ഇതിൻ്റെ ദേഹത്തേക്ക് തള്ളിക്കിറങ്ങുമ്പോൾ അത് ആദ്യം പുറത്തേക്ക് വരും. എന്നിട്ട് കാലുകൊണ്ടുണ്ടല്ലോ ആ പിള്ളേരെ അങ്ങോട്ട് തൊഴിക്കും. അങ്ങോട്ട് എവിടെന്നാ തൊഴിക്കണമെന്നറിയാവോ? മലയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് തൊഴിക്കും. തേണ്ട വീണെല്ലാം കൂടെ താഴേക്ക്. എന്നിട്ട് ഈ അമ്മ കഴുകനെന്നില്ല, താഴേക്ക് ഡൈവ് ചെയ്യും. പിള്ളേരെ കാണിക്കുകയാണ് അതെങ്ങനെയാ പറക്കണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ആളെ ചെയ്യേണ്ട പണിയാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പ്രവൃത്തി കൊണ്ടുവരാൻ വേണ്ടി, അവൻ പറന്നുയരാൻ വേണ്ടി നമുക്ക് ആ ദൗത്യമുണ്ട്. അവിടെ എന്ത് ചെയ്യണം? സൂക്ഷിക്കോൾ, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. അടുത്ത ആൾ പിടിച്ച് കുത്തിക്കൊണ്ടിരുന്നു, കുഴപ്പമില്ല, നല്ലോണം കുത്തിക്കോ. പാസ്റ്റർ പറഞ്ഞിട്ട് കുത്തിക്കോ, നല്ലോണം കുത്തിക്കോ. മര്യാദയ്ക്ക് നല്ല പ്രവൃത്തി കാണണമെന്ന് പറ. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒന്നും വരാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നാളെ നമുക്കൊരു കാര്യം ചെയ്യാം. അയൽവക്കത്തെ വീട്ടിൽ പോയി സുവിശേഷം പറയാം. ഒരാൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ പോവുള്ളൂ. ഞാൻ പറഞ്ഞ അത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ടീമായിട്ട് പോകണമെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ വേണം. അടുത്ത ആൾ പറ, നമുക്ക് ടീമാകാന്ന് പറ. അടുത്ത ആൾ പറ, ടീമാകാന്ന് പറ. ഞാൻ പറഞ്ഞ അത്രയൊക്കെ മനസ്സിലാവുന്നത്? ടീമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പ്രോഡിങ് ഉണ്ടാവും. പുരോഹിതന്റെ ജോലിയാ. ഹല്ലേലൂയ. പുരോഹിതന്റെ 4 ജോലി എന്തൊക്കെയാണെന്ന് അറിയാമോ? 1, ഫസ്റ്റ് ശുശ്രൂഷ കർത്താവിനോടാ. 2-ാമത്തെ ശുശ്രൂഷ കർത്താവ് നമ്മിൽ പണിയുവാൻ കർത്താവിനെ അനുവദിക്കുക. പുരോഹിതന്റെ ജോലിയാ. 3-ാമത്തെ ജോലി നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു ശുശ്രൂഷയുണ്ട്. അവരിൽ നിന്ന് നല്ല പ്രവൃത്തി കൊണ്ടുവരുവാൻ അവരെ പ്രബോധിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല പ്രവൃത്തി പുറത്തേക്ക് വരുവാൻ, സ്നേഹത്തിന്റെ പ്രവൃത്തി വരുവാൻ അവനെ എന്ത് ചെയ്യണം? ഒന്ന് പുഷ് ചെയ്യണം അവനെ. 4-ാമത്തെ പ്രവൃത്തി, നമുക്ക് ജാതികളുടെ ഇടയിൽ നമുക്കൊരു പ്രവൃത്തിയുണ്ട്. അവരും കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വരണം. 4 പ്രവൃത്തിയാണ് പുരോഹിതന്. ഈ പുരോഹിതന്റെ അർത്ഥം എന്താ നമുക്കറിയാമല്ലോ? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേർക്കായി ജനങ്ങളിൽ ചെല്ലുക, ജനങ്ങളുടെ പേർക്കായിട്ട് ദൈവത്തിലേക്ക് പോവുക. ഇന്റർസീഡ് ചെയ്യുന്ന ആൾക്കാരായ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ അവരാ നമ്മൾ. ആ പുരോഹിതന്മാരാ നമ്മൾ. അതുകൊണ്ട് നമ്മൾക്ക് ഈ നശിച്ചു പോകുന്ന ലോകത്തെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ കർത്താവിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം നമുക്ക് വരും. അവർ നശിച്ചു പോകാൻ പാടില്ല. ഹല്ലേലൂയ. അവർ കർത്താവിലേക്ക് വരണം. അതുകൊണ്ട് ദാവീദിന്റെ യാഗത്തിനെ കുറിച്ച് ദാവീദ് പറഞ്ഞപ്പോഴേ, ഓർനാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഈ അവിടെ സമാഗമന കൂടാരം അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ദാവീദിന് മനസ്സിലായി ഇവിടെയാണ് കർത്താവിൻ്റെ ആലയം ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പൊ ഓർനാനോട് പോയി പറഞ്ഞ്,
ഈ സ്ഥലം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഓർണാൻ പറഞ്ഞു ഇത് മുഴുവൻ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. വേണ്ട, ഐ വിൽ നോട്ട് ഗിവ് ടു ദ ലോർഡ് ദാറ്റ് കോസ്റ്റ് മീ നത്തിങ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പില്ലാത്ത യാഗം എനിക്ക് ദൈവത്തിന് കൊടുക്കണ്ട. ഐ വോണ്ട് ടു പേ ദ ഫുൾ പ്രൈസ്. ഇതിൻ്റെ പൂർണ്ണ വില ഞാൻ തരും. കാരണം ഫ്രീ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ എടുത്താൽ ദൈവത്തെ ഞാൻ വില കുറച്ച് കാണുകയാണ്. എൻ്റെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. വിലപിടിപ്പില്ലാത്ത യാഗം എനിക്ക് കൊടുക്കണ്ട. നാളെ നമ്മൾ എന്ത് യാഗം കൊടുത്താലും ഉണ്ടല്ല, അതിന് മൂല്യം വേണം. നമ്മൾ എന്ത് യാഗം കൊടുത്താലും എന്ത് വേണം? മൂല്യം വേണം. ഹല്ലേലൂയ. നമ്മൾ ഈ ദശാംശവും വഴിപാടും കൊടുക്കുമ്പോഴുണ്ടല്ലേ, നമ്മൾ മൂല്യനിർണ്ണയമില്ലാത്തത് കൊടുക്കരുത്. ആ വിധവ കൊടുത്തത് ഓർമ്മയുണ്ട? 2 ചില്ലിക്കാശ. അവൾക്ക് ജീവിക്കാനുള്ള പൈസയാ അത്. ഞാൻ പട്ടിണി എടുക്കാൻ തയ്യാറാ, പക്ഷെ ഞാനത് മുഴുവൻ എൻ്റെ കർത്താവിന് കൊടുക്കാൻ പോവാണ്. അല്ലല്ലോ, എന്ന് മൂല്യം നോക്കിക്കേ. അതിൻ്റെ എമൗണ്ടിലല്ല മൂല്യം, നമ്മുടെ മനോഭാവത്തിലാണ് മൂല്യം. സിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മനോഭാവത്തിനാണ് മൂല്യമുള്ളത്. ഞാൻ എന്താ എൻ്റെ കർത്താവിന് കൊടുക്കുന്നത്? മൂല്യമുള്ളതാണോ അല്ലെങ്കിൽ നീക്കുപോക്കോ എല്ലാം ആക്കിയുണ്ടെങ്കിൽ എന്നാ പിടിച്ചോ. കർത്താവ് ദരിദ്രനായിട്ട കർത്താവിനല്ല നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ആലയം പണിയാൻ നേരത്തുണ്ടല്ലോ, എത്ര പേര് സാക്രിഫിഷ്യലായിട്ട് കൊടുത്തു ഞങ്ങൾ കണ്ടു. ഈ ആലയം ഇത് പണിയാൻ നേരത്ത് നമുക്ക് അന്നൊന്നും ഇത്രയും പൈസയൊന്നും ഇല്ല. അന്ന് ആകെ ചർച്ചിൽ ഇത്രയും പേരും കൂടി ഇല്ല, 10-40 പേരേ ഉള്ളൂ. ഞങ്ങളൊരു ആഹ്വാനം കൊടുത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ആലയം പണിയാന്ന് ഒരു ആഹ്വാനം അന്ന് കൊടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഇതൊക്കെ പക്ഷെ എല്ലാവരും സാക്രിഫിഷ്യലായിട്ട് അന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇന്ന് AC ഹോളും നമുക്ക് കിട്ടി. നമ്മളാരും ചിലവാക്കിയതല്ല. somebody has given it to us. ആരൊക്കെയോ അതിൻ്റെ മുകളിൽ അവരുടെ വേർപ്പം അവരുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? നമ്മൾ വിലപിടിപ്പില്ലാത്തത് കർത്താവിന് ഒരിക്കലും കൊടുക്കരുത്. കർത്താവ് നമുക്കെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കർത്താവിന് ഒരിക്കലും കർത്താവിനെ കൊടുത്ത് നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. എഴുതിത്തരാൻ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, എഴുതിത്തരാൻ ഞാൻ. കർത്താവിന് ഒരിക്കലും ഈ വിഷയത്തിൽ അതാണ് നമ്മുടെ എല്ലാത്തിനും എന്താണ് അത് കർത്താവിന് ഒരു യാഗമാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4-18 വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് ക്ലോസ് ചെയ്യാം. അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഫിലിപ്പിയർ 4:18 അവിടെ ഒരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അയച്ചു തന്ന ആ ഒരു തുക, നിങ്ങൾ അയച്ചു തന്ന തുക ദൈവത്തിന് സൗരഭ്യവാസനയായിട്ടുള്ള എന്താണ് യാഗമാണത്. ഹല്ലേലൂയ. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് എന്ത് നമ്മൾ കൊണ്ടുവന്നു? വല്ലതും ആരെയും കൊണ്ടുവന്നോ? നമ്മൾ എവിടെന്നെങ്കിലും എല്ലാം കൊണ്ടുവന്നാണോ? ഇതെല്ലാം നമുക്ക് ആര് തന്നതാ? എൻ്റെ കർത്താവ് തന്നതാ. അപ്പൊ നമ്മൾ കർത്താവിന് കൊടുക്കുന്നതെല്ലാം യാഗമാണ്. കർത്താവിന് കൊടുക്കുന്നതൊക്കെയും യാഗം. കർത്താവിന് കൊടുക്കുന്നതൊക്കെയും യാഗമാണ്. അപ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കുന്നതൊക്കെയും യാഗമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ മൂല്യം വേണം. ചില വ്യക്തികളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ പറയും, പാസ്റ്റർ ഞങ്ങളുടെ 2 മക്കളെയും ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ കർത്താവിൻ്റെ ഫുൾ ടൈം വേലയൊന്നുമല്ല, അവർ കർത്താവിൻ്റെ വേലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. ചിലർ പറയും, ഞങ്ങൾക്ക് കർത്താവ് ഒരു ഭവനം തന്ന് ഈ ഭവനം ഞങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഭവനത്തിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ ഇത് സമർപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയരാൻ പോകുന്നത് ഒരേ ഒരു നാമമാണ്, യേശുവിൻ്റെ നാമം. ദൈവം നമുക്ക് വേണ്ടി തരുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് തരുന്നത് അവൻ ഔദാര്യമായിട്ട് കൊടുക്കുന്നവനായതുകൊണ്ടാണ്. പക്ഷെ ദൈവം നമ്മുടെ മനോഭാവത്തെ കാണുന്നു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം കാണാൻ പോകുന്നത്? ഒരു പുരോഹിതനായിട്ടാണോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ടാണോ? അടുത്ത ആൾ പറ, ഒരു പുരോഹിതനായി ഞാൻ തീരുമാനിച്ചെന്ന് പറ. ഒരു പുരോഹിതൻ എൻ്റെ വിളി, ഒരു പുരോഹിതന്റെ ദൗത്യം ഞാൻ ചെയ്യും, കാരണം അതാണ് ഞാൻ. ആമേൻ. നമുക്ക് ദൈവം തരുന്നതെല്ലാം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇത് കർത്താവ് എനിക്ക് തന്നതാണെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ തിരികെ കൊടുക്കുന്നു. എനിക്ക് കിട്ടിയതെല്ലാം അങ്ങ് തന്നതാണ്. എനിക്ക് വന്നതും ഞാൻ പ്രാപിച്ചതെല്ലാം അവിടെ നിന്ന് പ്രാപിച്ചതാ.
എനിക്ക് കിട്ടിയ എൻ്റെ ഭാര്യ, എനിക്ക് കിട്ടിയ എൻ്റെ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം അവിടുന്ന് തന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതെല്ലാം എൻ്റെ കർത്താവിന് മടക്കി കൊടുക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ നാമമഹത്വത്തിനായി സകലതും ഉപയോഗിക്കും. ഇതാണ് പുരോഹിതന്റെ വേല എന്ന് പറയുന്നത്.